വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്ത്, അങ്ങനെ പുതിയ കാഴ്ചകളുമായി പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. കൊടിക്കുന്നിൽ സുരേഷിന് ഈ പ്രോട്ടേം സ്പീക്കർ സ്ഥാനമൊക്കെ നിഷേധിച്ചത് തുടക്കത്തിലെ വലിയൊരു കല്ലുകടിയാണ്. പിന്നെ കോൺഗ്രസ് ഭരണഘടന ഉയർത്തി മാർച്ചോടെയാവും എത്തുക എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യപ്രതിജ്ഞ 11 മണിയോടെയാണ്. എങ്ങനെയാണ് പുതിയ പാർലമെന്റിലെ ഒരുക്കങ്ങളൊക്കെ? വിവരങ്ങൾ. സേതുലക്ഷ്മി, മോദി സർക്കാരിന്റെ ഒന്നും രണ്ടും മോദി സർക്കാരിന് വിപരീതമായിട്ട് വളരെ ശക്തമായ ഒരു പ്രതിപക്ഷ നിരയെ കാണിച്ചുകൊണ്ടാണ് പാർലമെന്റിന്റെ 18ാം സമ്മേളനം ആരംഭിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ അറിയുന്നത് ഇന്ത്യ സിക്കിം 10:50 ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ യോഗം ചേർന്ന് അവിടെ നിന്നും മാർച്ചായി ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് പ്രവേശിക്കുക എന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും 18ാം ലോക്സഭ തുടക്കത്തിൽ തന്നെ അതിശക്തമായ പ്രതിപക്ഷ മുന്നേറ്റം കാണിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. ഏതായാലും ഈ നരേന്ദ്രമോദി സർക്കാരും അതേപോലെ തന്നെ ട്രഷറി ബഞ്ചും പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ പ്രകടനത്തെ ഏത് രീതിയിലാണ് നേരിടുക എന്നതാണ് നമുക്കിനി അറിയാനുള്ളത്. സേതുലക്ഷ്മി. ശരി ശരത് ലാൽ, അങ്ങനെ പുതിയ കാഴ്ചകളുമായി പുതിയ പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. പ്രധാനമന്ത്രി മോദിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ ഇന്ന് എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യും. 11 മണിയോടെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ നടക്കുക.